ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഇത് അനിയത്തിയും പിള്ളേരൊക്കെ വന്നപ്പോൾ നേരത്തെ തന്നെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിൻ്റെ ഭർത്താവ് റസാക്ക് കേക്ക് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ വാങ്ങിച്ചാണ്, ചുമ്മാ വാങ്ങിച്ചാണ്. ഇപ്പോൾ അവർക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചു കൂട്ടാ, നേരത്തെ തന്നെ മുറിച്ചു. അതിൽ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ ആമിനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്. മനുവും ഇഷയും പാച്ചും ഫൈസയും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറുത് പിന്നെ ഉറങ്ങുകയാണ് തോന്നി, ഈ സമയത്ത് ഉറങ്ങുകയാണ് തോന്നുന്നു. ചെറുതിനെ കാണാനില്ല, അക്സ ബേബിനെ കാണാനില്ല. മുറിക്കാത്ത മുന്നേ എടുത്ത് തിന്നിട്ട് എല്ലാത്തിനും ജലദോഷവും ഇതൊക്കെയാണ് കേട്ടോ. കേക്ക് തിന്ന് പിറ്റേ ദിവസം തുടങ്ങി എല്ലാവർക്കും ചുമയും പനിയും. പാച്ചുവിനൊക്കെ ഭയങ്കര ചുമയും പനിയും ഒക്കെ ആയിരുന്നു. പൈസയ്ക്കും പാച്ചുവിനൊക്കെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. ഇവിടെ 2 പേർക്കും കേട്ടോ. കേക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കേക്ക് വാങ്ങിച്ച ഉടനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആരും കഴിക്കരുത് കേട്ടോ. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ മുറിച്ച് കഴിക്കരുത്. നമ്മൾ അങ്ങനെയും മുറിച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വേറൊരു ഇതായി മാറും. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അത്. അപ്പോൾ അതാ കേക്കൊക്കെ മുറിച്ചിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുള്ളത് കൊണ്ട് തന്നെ വീടൊക്കെ അലങ്കോലയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് അക്സ ഉറങ്ങിയിട്ടില്ല. അക്സ ഉണ്ട്. അക്സ ഉറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് ഞങ്ങളുടെ അക്സ ബേബി കേട്ടോ. ഭയങ്കര വില്ലത്തി പെണ്ണായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അക്സ. അപ്പോൾ അതാ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, ചെറിയൊരു കേക്കായിരുന്നു. പിന്നെ ഇതാ ഇക്കയും വന്ന് കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. എന്താണ്, വെളിച്ചം അടിക്കുമ്പോൾ ശരിയാകുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വെളിച്ചം കിട്ടണില്ല. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് വെച്ചു. അപ്പുറത്ത് വെച്ചപ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. ഈ വെളിച്ചം ഇങ്ങോട്ട് ക്യാമറയ്ക്ക് തന്നെ അടിക്കുന്ന സമയത്ത് വലിയൊരു ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരിക്കും കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ശരിക്കും ആമിൻ്റെ ബർത്ത്ഡേ ഇന്നലെയാണ്, ഓഗസ്റ്റ് 22-നാണ്. അപ്പോൾ ഇവർ പോണതിന് മുമ്പ് കേക്ക് വാങ്ങിച്ചപ്പോൾ അങ്ങനെ മുറിച്ചാണ് കേട്ടോ. അവർക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വരാനും പറ്റില്ല. ഈ സമയത്തൊക്കെയാണെങ്കിൽ പിന്നെ ഭയങ്കര മഴയുമായിരുന്നു. പിള്ളേർക്കൊക്കെ പനിയും ചുമയും ജലദോഷവും പറഞ്ഞ പോലെ എല്ലാം, എക്സാമിൻ്റെ തിരക്കും എല്ലാം കൂടി ജഗ പുകയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതാ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു കേക്ക് വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്തായാലും ഇവർ എല്ലാവരും ഉള്ള സമയത്ത് ആഘോഷിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആഘോഷിക്കുകയാണ് കേട്ടോ. ഞാനിതാ എല്ലാവർക്കും മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ച് പിന്നെ ഇവിടെ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വെച്ചപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ. അതപ്പോൾ റസാക്ക് പിന്നെ കൊടുക്കണം. റസാക്ക് വെറുതെ വാങ്ങിച്ചാണ്. അപ്പോൾ പിന്നെ ബർത്ത്ഡേ അല്ലേ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാറ് കേട്ടോ. ജസ്റ്റ് ബർത്ത്ഡേ എന്നൊന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതല്ല. പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ മുറിച്ചതാണ്. പിന്നെ എന്തായാലും ഇവർക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചാണ് കേട്ടോ. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ, പിള്ളേരെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. പാച്ച് ചുമച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ബർത്ത്ഡേൻ്റെ അന്ന് വെച്ചതാണ് കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്ന് ബിരിയാണിയും അതുപോലെ സലാഡും. ഉമ്മ വെച്ചത് വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. വെജിറ്റബിളും ചിക്കനൊക്കെ കൂടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ പുതിന ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു, പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എല്ലാവർക്കും എക്സാമാണ്. ആമിക്കും ഉഷയ്ക്കൊക്കെ എക്സാമാണ്. ആമിയും കഴിച്ചു. ആമി നേരത്തെ കഴിച്ചു. പിന്നെ ഞാനും ഒക്കെയും കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. ആമി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വിളമ്പി വെച്ചാണ്. ഉമ്മയൊക്കെ നേരത്തെ കഴിച്ചു. ഈ സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉള്ളതാണ് കേക്കാണ് മുറിച്ചത്. പിന്നെ ബർത്ത്ഡേ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അത് ആമി കഴിച്ചുകൊണ്ടിരിക്കണം. ആമിൻ്റെ ഏകദേശം കഴിയാനായി. ഇപ്പോൾ ബർത്ത്ഡേ കേളാണ്. ഇങ്ങനത്തെ ഈ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ല കഴിക്കും. അല്ലാത്ത ചോറൊന്നും ആമിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചോറ് പറയുന്നത് എല്ലാത്തിനും ദേഷ്യമാണ്. ബിരിയാണി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ റെസിപ്പി ഞാനിനി ഒരു ദിവസം ഇടാം കേട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ കുക്കിംഗ് ഇതൊന്നും ഇടുന്നില്ലല്ലോ. ഇപ്പോൾ റിയാക്ഷൻ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ വ്ളോഗും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എപ്പോഴും ഞാൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഓരോ വ്ളോഗും ചെയ്യാം. ചിലർ പറയുന്നുണ്ട് ഇടയ്ക്ക് വ്ളോഗും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ബിരിയാണിയാണ് കേട്ടോ. നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. വെജിറ്റബിളും അരിഞ്ഞിട്ടിട്ടുണ്ട്, ക്യാരറ്റും ബീൻസൊക്കെ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കനും ഇട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അതുപോലെ പുതിന ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ഗ്ലാസ്സിലൊന്നും ആക്കിയിട്ട് എടുത്തില്ല കേട്ടോ. ജസ്റ്റ് കുറച്ചേ വെച്ചുള്ളൂ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ഉമ്മയും അനിയനും പിന്നെ ഞാനും ഇക്കയും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ചെറിയ കുറച്ച് പായസം കുറച്ച് ബിരിയാണി അങ്ങനെയൊക്കെ തന്നെ വെച്ചോളൂ. പിന്നെ പിള്ളേരൊക്കെ വന്നതാണെങ്കിൽ എല്ലാവർക്കും കൂടി നല്ലതായിരുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് ഇവിടെ പാലക്കാട് ആഘോഷിക്കുന്നത്. നേരത്തെയൊക്കെ പത്തനംതിട്ടയിലല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് ആമിൻ്റെ ബർത്ത്ഡേ
ഈ 9 വർഷം 9 വർഷം പത്തനംതിട്ടയിൽ നിന്ന് തന്നെ തോന്നുന്നു. ഏതോ ഒരു വർഷം എന്തോ ഇടയിൽ ഇവിടെയായിരുന്നു. നല്ല സേമിയ പായസമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാക്കറ്റ് പാല് എടുത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും നല്ല കുടിക്കും. പക്ഷേ എല്ലാം കൂടെ മധുരം ആവണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പായസമേ വെച്ചുള്ളൂ. ബിരിയാണി വെച്ചു, പായസവും വെച്ചു. അതുപോലെ തന്നെ പിന്നെ കേക്ക് മുറിച്ചു. കേക്ക് ഇത് ഇങ്ങനത്തെ വാൻചോ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. റസാഖ് വാങ്ങിച്ചിട്ട് വന്നത് ഇതായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ഇത് വാൻചോ കേക്കാണ്. ചെറിയൊരു കേക്കേ വാങ്ങിച്ചുള്ളൂ. എന്താ വെച്ചാൽ എല്ലാത്തിനും ചുമയാണിത്. ഇനി ഈ ക്രീമൊക്കെ കൂടി കഴിച്ചിട്ട് പനിയും ചുമയൊന്നും കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേക്ക് തന്നെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. മനുവും ഇഷയും ആമിയും കൂടി മുറിക്കുന്നുണ്ട്. രാത്രിയാണ് കേട്ടോ മുറിച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടാവും രാത്രി ആയതുകൊണ്ടേ. ഇപ്പോൾ ഇവർക്ക് എക്സാമൊക്കെ അല്ലേ, എക്സാമും ട്യൂഷനും മദ്രസയും ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രി മുറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ട്യൂഷനും അതുപോലെ തന്നെ മദ്രസയ്ക്കും മിഠായി കൊടുത്തു വിട്ടു. മിഠായിയൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഇക്ക കൊടുക്കുന്നുണ്ട്. ആമിക്ക് കൊടുക്കും. മുറിക്കാൻ കിട്ടുന്നില്ല കേട്ടോ, അവൾക്ക് മുറിച്ചിട്ട് എടുക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചില്ല. കേക്ക് കൊണ്ടുവന്ന ഉടനെ മുറിക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാവും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ കേട്ടോ. ഇക്ക കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മനുവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉമ്മാക്ക് പിന്നെ കട തുറന്നിട്ടുണ്ട്. അപ്പോൾ വേഗം കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പാഴ്ചയൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ അവിടെയും പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് വലിയൊരു ഇതില്ല കേട്ടോ, സന്തോഷവും ഇല്ല. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ പിന്നെ മനുവും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും മുറിച്ച് മനുവും ഇഷയും ഇക്കയും എല്ലാവരും കൊടുത്തു. ഉമ്മയും കൊടുത്തു. ഇനി ഞാനാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനും കൂടെ കൊടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞാനും കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. അധികം മധുരമോ ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അധികം ക്രീമിൻ്റെയോ അതിൻ്റെ ഒന്നും ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല ഓവർ മധുരമൊന്നുമില്ല, നല്ല അത്യാവശ്യം ഇതായിട്ടുള്ള മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു. ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനു ഉമ്മ കൊടുക്കുന്നുണ്ട്. മനുവും ഇഷയൊക്കെ ഉമ്മ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അവൾ എന്താണ് എക്സാമിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല, സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഓണത്തിൻ്റെ സമയത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ സമയത്തായിരുന്നു ബർത്ത്ഡേ. ഈ ഒരു ബർത്ത്ഡേ ഇതിൻ്റെ തിരക്കിലായി. പരീക്ഷയും ഇതിൻ്റെയൊക്കെ തിരക്കിലായി. അങ്ങനെ ആ ഒരു വയസ്സും കൂടെ കഴിഞ്ഞു അവളുടെ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. നല്ല രീതിയിൽ തന്നെ മാഷാ അല്ലാ ആഘോഷിച്ചു. ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ അവൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ. അതുപോലെ അതും പള്ളിയിൽ നിന്ന് അവളുടെ ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. മിൻഹായും സമിഹായും പിന്നെ ഐഷ സെജുവായും തന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവർ ഇത്രയും പേര് ഗിഫ്റ്റ് തന്നതുകൊണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ താങ്ക് യു പറഞ്ഞു. അവളുടെ ഫ്രണ്ട്സിൻ്റെ പേര് അവൾ തന്നെ പറഞ്ഞിട്ടെ, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ. ഇപ്രാവശ്യം മദ്രസയിൽ ചേർന്ന കേട്ടോ അവൾ. ഇപ്രാവശ്യം വന്ന് പഠിച്ചപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്, പാലക്കാട് നിന്ന് കിട്ടിയ ഫ്രണ്ട്സൊക്കെയാണ്. അവരിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയൊരു അവരുടെ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ. അപ്പം നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവൾക്കും നല്ല ഹാപ്പിയായി ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ, ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഗിഫ്റ്റുകളും. ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടുമ്പോൾ അത് ഒരു വലിയൊരു ഇത് തന്നെയാണ്. അവൾക്ക് നല്ല ഇതാണ്, സന്തോഷമായിട്ടാണ് അവരിങ്ങനെ കൊടുത്തപ്പം. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇതൊക്കെ ആഘോഷിക്കാൻ അവൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അവളുടെ ഇതിലുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ ലൈഫ് ജേണിയാണ് കേട്ടോ. ചെറിയ കുഞ്ഞിലേ ഉള്ളതും 2 വയസ്സിലുള്ളതും അതുപോലെ 3 വയസ്സിൽ, 4 വയസ്സിൽ, 5 വയസ്സിൽ, അങ്ങനെ 6, 7, 8, 9, 10 മാഷാ അല്ലാ 10 വയസ്സായ എൻ്റെ മോൾക്ക് എല്ലാവിധ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ നല്ല വിദ്യാഭ്യാസവും എല്ലാവിധ അനുഗ്രഹങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പടച്ചവനോട് ദുആ ചെയ്യാണ്. അപ്പോൾ ഇങ്ങോട്ടും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കാണാം. ഇത് പിന്നെ രണ്ടാളിനും എടുത്താണ് കേട്ടോ. ആമിനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഇഷയ്ക്കും എടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എടുത്തിട്ട് നിൽക്കാൻ കേട്ടോ.
കുഞ്ഞിലേ എടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇപ്പോഴും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴും അങ്ങനെ എടുപ്പിച്ചാണ് കേട്ടോ. എന്നെക്കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാനും എടുക്കണ്ട കേട്ടോ. വലിയ പെണ്ണായി എന്തായാലും. ഇത്രയായി കുഞ്ഞിലേ ഉള്ളതും അതുപോലെ മക്കൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അല്ലേ എത്ര പെട്ടെന്നാണ് മക്കൾ വളർന്നു വരുന്നത്. എന്താ പറയുക, എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് വാക്കുകൾ കിട്ടണില്ല കേട്ടോ മക്കളുടെ വളർച്ച. ഇത് പിന്നെ ഞാൻ എടുത്തിട്ടിരിക്കുന്നു, ഉമ്മച്ചി എന്നെ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തത്. ഞാൻ എടുത്തപ്പോൾ പിന്നെ ഇക്കി എടുത്ത് അങ്ങനെ. പിന്നെ മനുവും ഇവർ മൂന്നാളും കൂടി നിന്നിട്ട് എടുത്ത ഫോട്ടോ കേട്ടോ. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, കേക്കൊക്കെ മുറിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ പഠിക്കാനുണ്ടായിരുന്നു ഒരു ലോഡ്. പിന്നെ പഠിക്കലും ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നേരത്തെ കുറച്ച് പഠിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചു. രാത്രിയാണ് കേട്ടോ ഇതൊക്കെ എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ദുആ ചെയ്യുക, കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇനിയും ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.